നോക്ക് ഇത് റോഡ് നമ്പർ 11 ആയതേ ഉള്ളൂടി. സാഡ്ലി നമ്മുടെ വെക്കേഷൻ എൻഡ് ആവാറായി. ഇനിയിപ്പോൾ രാവിലെ എണീക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. അതൊക്കെ ഓർത്തിട്ട് ടെൻഷനും ഉണ്ട്. പിന്നെ ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മിസ്സാവല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടമുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും ഞങ്ങൾ ലേഡീസ് ആൻഡ് കിഡ്സ് ഒരു സ്ലീപ്പ് ഓവർ പ്ലാൻ ചെയ്തേക്കാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലി ഇവിടെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അവിടേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതിനങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, ജസ്റ്റ് ചിറ്റ് ചാറ്റ്സ്, ഗെയിംസ്, ഫുഡ് അങ്ങനെയൊക്കെ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പിള്ളേരെ ഉദ്ദേശിച്ചിട്ടാണ്. അവരുടെയാണല്ലോ വെക്കേഷൻ, നമുക്ക് പിന്നെ അതിൻ്റെ കൂടുതൽ കിട്ടുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാമല്ലോ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിസ്സ ഒക്കെ അങ്ങോട്ട് കൊണ്ട് വെച്ചതേ ഓർമ്മയുള്ളൂ. എനിക്കൊരു ഫോട്ടോ എടുക്കാൻ കിട്ടുന്നതിന് മുന്നേ തന്നെ അതൊക്കെ കാലിയായി. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം വെളിയിലൂടെയൊക്കെ ഇറങ്ങി നടക്കുകയും പിള്ളേരുടെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കുകയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ജോലി എന്റെ വീട്ടു നീ സത്യം പറ, നീ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്നില്ല. അതല്ലേ നോക്ക്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ചെരുപ്പുണ്ട്. നീ നമ്മളെ ഇത് ഞാൻ നോക്ക് ഇത് റോഡ് നമ്പർ 11 ആയതേ ഉള്ളൂടി. പൊതുവേ ഞങ്ങളിങ്ങനെ പറയും ഇവിടുത്തെ സ്ട്രീറ്റ് ഒന്നും അത്ര നീറ്റ് അല്ലാന്ന്. പക്ഷെ അന്നിനായിട്ട് ഞങ്ങൾക്ക് ആ സ്ട്രീറ്റൊക്കെ ഭയങ്കര നീറ്റായിട്ടായിരുന്നു തോന്നിയത്. ഞങ്ങൾ നിലത്തേക്ക് ഇരിക്കുമായിരുന്നു. അത് കണ്ടിട്ട് പാവം തോന്നിയിട്ടാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ആ സെക്യൂരിറ്റി കൊണ്ടുവന്ന് കുറേ ചെയറൊക്കെ കൊണ്ടു തന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി വന്നപ്പോഴത്തേക്ക് നല്ല നൈറ്റ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 12 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിള്ളേരെല്ലാം നമ്മൾ ഹോളിൽ കിടത്തി. പണ്ട് നമ്മൾ കസിൻസൊക്കെ കിടക്കുന്ന പോലത്തെ. ലേഡീസ് എല്ലാം വേറെ റൂമിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 4 o'clock വരെയൊക്കെ നമുക്ക് സ്ലീപ്പ് ഓവർ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും ബൈ പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾക്ക് നല്ല സങ്കടമായിട്ട് ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലായിരിക്കും ഇങ്ങനെയൊന്നൊക്കെ ഓർത്തിട്ട് വെക്കേഷൻ കഴിഞ്ഞ കസിൻസ് ഒക്കെ തിരിച്ചു പോകുമ്പോൾ പോലുള്ളൊരു ഫീൽ ആയിരുന്നു കേട്ടോ നമുക്ക്.